ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പണപ്പെരുപ്പവും പണച്ചുരുക്കവുമാണ്. അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല വേറെ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. പണപ്പെരുപ്പം ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിരമായ ഒരു സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിന് ഭംഗം വരുത്തുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് പണപ്പെരുപ്പവും ഒന്ന് പണച്ചുരുക്കവും. ഇതും രണ്ടും നല്ല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത് അതിന് കുറച്ച് നിർവചനങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിവിധ സാമ്പത്തിക വിദഗ്ധന്മാർ കൊടുത്ത നിർവചനങ്ങളാണ്. അതിൽ ജിയോഫ്രി ക്രൗദറിൻ്റെ നിർവചനം നോക്കാം. അതായത് പണത്തിൻ്റെ മൂല്യം താഴുന്ന അഥവാ വിലകൾ വർദ്ധിക്കുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പൊതുനിലവാരത്തിലുണ്ടാകുന്ന തുടർച്ചയായ വർധനവാണ് പണപ്പെരുപ്പം എന്നാണ് ബ്രൂമാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എഡ്വേർഡ് ഷാപ്പിയർ പൊതുനിലവാരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗണ്യമായ വർധനവാണ് പണപ്പെരുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം പണം വളരെ കുറച്ച് വസ്തുക്കളെ പിന്തുടരുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം. ഇതാണ് 4ാമത്തെ നിർവചനമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലെല്ലാം കോമൺ ആയിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രധാനം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് വില നിലവാരം വർദ്ധിക്കുന്നു എന്നാണ് ഇതിലെല്ലാം കോമൺ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വിവിധ തരം പണപ്പെരുപ്പങ്ങൾ നോക്കാം. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. അതിലൊന്നാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. അതായത് മിതമായ നിരക്കിലുള്ള പണപ്പെരുപ്പാണിത്. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമല്ല. അതായത് വാർഷിക വിലപ്പെരുപ്പ് നിരക്ക് 3% ഏതാണ്ട് വരികയാണെങ്കിൽ അത്തരം പണപ്പെരുപ്പത്തെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ പണപ്പെരുപ്പം എന്ന് പറയുന്നത് വാക്കിംഗ് ഇൻഫ്ലേഷനാണ്. ഇതുമായിട്ട് ഫസ്റ്റത്തെ അതായത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വില നിലവാരത്തിലുണ്ടാകുന്ന വർധനവിൻ്റെ നിരക്ക് കുറച്ചുകൂടി ഉയർന്നത്, അതായത് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്തരം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെയാണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാർഷിക വിലപ്പെരുപ്പ നിരക്ക് എന്ന് പറയുന്നത് 3%-ൻ്റെയും 6%-ൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, വാക്കിംഗ് ഇൻഫ്ലേഷൻ ഒന്നുകൂടെ പറയാം. അതായത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ വില നിലവാര വർധനവുണ്ടെങ്കിൽ, അതായത് 3%-നും 6%-ൻ്റെ ഇടയിലാണ് വാർഷിക വിലപ്പെരുപ്പ് നിരക്ക് വരുന്നതെങ്കിൽ അത്തരം പണപ്പെരുപ്പത്തെ നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റാണ് റണ്ണിങ് ഇൻഫ്ലേഷൻ. അതായത് ഇവിടെ വിലപ്പെരുപ്പ് നിരക്ക് എന്ന് പറയുന്നത് വാക്കിംഗ് ഇൻഫ്ലേഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വേഗത്തിലായിരിക്കും. അതായത് വാർഷിക വിലപ്പെരുപ്പ് നിരക്ക് എന്ന് പറയുന്നത് 10%-ലും കൂടുതലാണെങ്കിൽ അത്തരം ഇൻഫ്ലേഷനെ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനെ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. ഇനി 4ാമത്തെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഹൈപ്പർ ഇൻഫ്ലേഷനാണ്. അതെന്ന് പറയുന്നത് വിലകൾ ഇവിടെ ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു പരിധി ഉണ്ടാവില്ല. വിലവർധന നിരക്ക് എന്ന് പറയുന്നത് മാസത്തിൽ 50%-ലും കൂടുതലാണെങ്കിൽ അത്തരം പണപ്പെരുപ്പത്തെ നമ്മൾ എന്ത് പറയുന്നു? ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. കുതിച്ചുയരുന്ന പണപ്പെരുപ്പം എന്നും പറയാം. 5ാമത്തെ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഓപ്പൺ ഇൻഫ്ലേഷൻ അഥവാ തുറന്ന പണപ്പെരുപ്പാണ്. അതെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വില നിയന്ത്രണങ്ങളില്ലാതെ വിലകൾ വർധനവിന് വിധേയമാകുന്ന അവസ്ഥയാണ് തുറന്ന പണപ്പെരുപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ജർമ്മനീനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പണപ്പെരുപ്പം എന്ന് പറയുന്നത് സപ്രസ്ഡ് ഇൻഫ്ലേഷനാണ്. അതായത് അടിച്ചമർത്തപ്പെട്ട പണപ്പെരുപ്പം. അതായത് വിലവർധനവ് ഗവൺമെൻറ് നിയന്ത്രണത്തിന് വിധേയമായ അവസ്ഥയാണ് ഈ ഒരു അടിച്ചമർത്തപ്പെട്ട പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അതായത് സപ്രസ്ഡ് ഇൻഫ്ലേഷൻ. ഇനി സ്പോറാഡിക് ഇൻഫ്ലേഷൻ. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചില മേഖലകളിൽ മാത്രം വില നിലവാരം വർദ്ധിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു സ്പോറാഡിക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോംപ്രഹെൻസീവ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും എല്ലാത്തരം വസ്തുക്കളുടെയും വിലകൾ വർധനവിന് വിധേയമാകുന്ന അവസ്ഥയാണ് കോംപ്രഹെൻസീവ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ സെമി ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, പാർഷ്യൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ തൊഴിലവസ്ഥ എത്തിച്ചേരുന്നതിന് മുമ്പായി വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന വർധനവാണ് ഈ ഒരു ഭാഗിക പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഇവിടെ വിലയിലുണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവിലുണ്ടാകുന്ന വർധനവിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ കൂലിയിലുണ്ടാകുന്ന വർധനവിൻ്റെ ഫലമായിട്ടോ ആണ്.
നെക്സ്റ്റ് പൂർണ്ണ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഫുൾ ഇൻഫ്ലേഷൻ. ഇതിന് തന്നെ വേറൊരു പേരാണ് യഥാർത്ഥ പണപ്പെരുപ്പം അല്ലെങ്കിൽ ട്രൂ ഇൻഫ്ലേഷൻ. അതായത് പൂർണ്ണ തൊഴിലവസ്ഥ എത്തിയതിന് ശേഷം പണപ്രധാനത്തിലുണ്ടാകുന്ന വർധനവ് ചോദന വർധനവിനും വില വർധനവിനും ഇടയാക്കുന്നു. പൂർണ്ണ പണപ്പെരുപ്പം സംജാതമാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണ തൊഴിലവസ്ഥയാണ്. ഇതിന് നമ്മൾ വേറൊരു പേര് പറയുന്നത് യഥാർത്ഥ പണപ്പെരുപ്പം എന്നാണ്. നെക്സ്റ്റ് ഡിസിൻഫ്ലേഷൻ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണപ്പെരുപ്പ നിരക്കിലുണ്ടാകുന്ന താഴ്ചയാണ് ഡിസിൻഫ്ലേഷൻ എന്ന് പറയുന്നത്. റിഫ്ലേഷനാണ് 12ാമത്തേത്. അതായത് സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നോ റിസെഷനിൽ നിന്നോ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പണപ്പെരുപ്പത്തെയാണ് റിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ജസ്റ്റ് പേര് മാത്രം പറയാം. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 1 ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, 2 വാക്കിംഗ് ഇൻഫ്ലേഷൻ, 3 റണ്ണിങ് ഇൻഫ്ലേഷൻ, 4 ഹൈപ്പർ ഇൻഫ്ലേഷൻ അഥവാ കുതിച്ചു വരുന്ന പണപ്പെരുപ്പം, 4 ഓപ്പൺ ഇൻഫ്ലേഷൻ അഥവാ തുറന്ന പണപ്പെരുപ്പം, 5 സപ്രസ്ഡ് ഇൻഫ്ലേഷൻ സപ്രസ്ഡ് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട പണപ്പെരുപ്പം, സ്പൊറാഡിക് ഇൻഫ്ലേഷൻ, കോംപ്രഹെൻസീവ് ഇൻഫ്ലേഷൻ, പാർഷ്യൽ ഇൻഫ്ലേഷൻ, 10ാമത്തെ ഫുൾ ഇൻഫ്ലേഷൻ, 11ാമത്തെ ഡിസിൻഫ്ലേഷൻ, 12ാമത്തെ റിഫ്ലേഷൻ. ഇനി നമുക്ക് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനുള്ള കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പണപ്രധാനമാണ്. അതായത് പണപ്പെരുപ്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണപ്രധാനത്തിലുണ്ടാകുന്ന വർധനവാണ്. അതായത് വസ്തുക്കളുടെ പ്രധാനത്തിലുണ്ടാകുന്ന വർധനവിനേക്കാൾ വേഗത്തിൽ പണപ്രധാനം വർദ്ധിച്ചാൽ അവിടെ എന്ത് വർദ്ധിക്കും? വില നിലവാരം വർദ്ധിക്കും. രണ്ടാമത്തേത് പ്രതിരോധ ചെലവാണ്. അതായത് പ്രതിരോധ ചെലവിലുണ്ടാകുന്ന വർധനവ് വസ്തുക്കളുടെ ചോദനം വർദ്ധിക്കുന്നതിനും അതിൻ്റെ ഫലമായിട്ട് വില വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നുണ്ട്. ഇനി വായ്പാ സൃഷ്ടി. വാണിജ്യ ബാങ്കുകൾ കൂടുതൽ വായ്പ സൃഷ്ടിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പണപ്രധാന വർധനവും വില വർധനവിന് ഇടയാക്കും. നാലാമത്തേതെന്ന് പറയുന്നത് പ്രകൃതിക്ഷോഭങ്ങളാണ്. ഈ വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയവയുടെ ഫലമായിട്ട് ഭക്ഷ്യോൽപാദനം കുറയുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മൾ കൂടുതൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ പണം എത്തുകയും ചെയ്യുന്നു. അപ്പോൾ വസ്തുക്കളുടെ ഉൽപ്പാദനം കുറയുന്ന സമയത്ത് പണപ്രധാനം വർദ്ധിക്കുന്നതിനാൽ വിലവർധനവ് ഉണ്ടാകുന്നുണ്ട്. ഇനി അഞ്ചാമത്തേന്ന് പറയുന്നത് യുദ്ധമാണ്. യുദ്ധകാലഘട്ടത്തിൽ പണപ്രധാനം വർദ്ധിക്കുകയും വസ്തുക്കളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് കുറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ആറാമത്തെ കമ്മിപ്പണ നയമാണ്. അതായത് ആസൂത്രണത്തിലൂടെയുള്ള സാമ്പത്തിക വികസനം കമ്മിപ്പണം ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത്. ഇത് പണപ്രധാനം വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നുണ്ട്. ഏഴാമത്തേന്ന് പറയുന്നത് പൂഴ്ത്തിവെപ്പാണ്. അതായത് അത്യാവശ്യ വസ്തുക്കളുടെ പൂഴ്ത്തിവെപ്പ് പ്രധാന താഴ്ചയ്ക്കും തൽഫലമായി വിലവർധനവിനും ഇടയാക്കുന്നുണ്ട്. ഇനി എട്ടാമത്തേന്ന് പറയുന്നത് കൂലിയിലും ഉൽപ്പാദന ചെലവിലും ഉണ്ടാകുന്ന വർധനവാണ്. അതായത് ഉൽപ്പാദന ചെലവിലുണ്ടാകുന്ന വർധനവിൻ്റെ ഫലമായോ കൂലി നിരക്കിലുണ്ടാകുന്ന വർധനവിൻ്റെ ഫലമായോ വിലപ്പെരുപ്പം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് 8 പണപ്പെരുപ്പത്തിനുള്ള കാരണങ്ങൾ, കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. ജസ്റ്റ് ഒന്നുകൂടെ പേര് മാത്രം പറയാം. പണപ്പെരുപ്പത്തിനുള്ള കാരണങ്ങൾ: പണപ്രധാനം, പ്രതിരോധ ചെലവ്, വായ്പാ സൃഷ്ടി, പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധം, കമ്മിപ്പണനയം, പൂഴ്ത്തിവെപ്പ്, കൂലിയിലും ഉൽപ്പാദന ചെലവിലും ഉണ്ടാകുന്ന വർധനവ്. ഇനി ജസ്റ്റ് ഒന്ന് പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള 3 മാർഗ്ഗങ്ങളും കൂടെ നോക്കാം. 1 പണപരമായിട്ടുള്ള നടപടികൾ, 2 നികുതി സംബന്ധമായ നടപടികൾ, മൂന്നാമത്തേത് മറ്റു നടപടികൾ. ഓക്കെ, ഇതാണ് പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള പ്രധാനപ്പെട്ട 3 മാർഗ്ഗങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നെക്സ്റ്റ് നമുക്ക് പണച്ചുരുക്കം നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.